സ്മൈലിങ്ങും എല്ലാം ഉപേക്ഷിച്ച് അവർ യേശുവിനെ അനുഗമിച്ചു. അധികം താമസിയാതെ യേശു 12 ശിഷ്യന്മാരെയും അന്വേഷിച്ച് കണ്ടെത്തി. ഐ.ടി.കാരെ കൂടാതെ ചിലർ നേഴ്സുമാരും മറ്റു ചിലർ PhD-കാരായിരുന്നു. അങ്ങനെ ഒരു നാൾ യേശു പത്രോസിന്റെ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിച്ചാൽ ഗുരു ആ എക്സിറ്റ് എടുക്കുമ്പോഴൊന്ന് വിളിച്ച് പറഞ്ഞാൽ പോരാണ്. വീടെല്ലാം അലങ്കോലമായി കിടക്കുക. ശോശാമ്മ എക്സിറ്റിനായി വന്നേ ഉള്ളൂ. ഞാൻ ആ മത്തായുടെ ഫോണിൽ നിന്ന് വിളിച്ചതാ. എന്റെ മോള് ഫോൺ എടുത്തിട്ട് പറഞ്ഞു അപ്പനിക്ക് പരിധിക്ക് പുറത്താണ്, ഇപ്പം കഴിഞ്ഞ് വിളിക്കാൻ. അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഓ അതോ, അതെന്റെ മോളല്ല, അത് ഒരു റെക്കോർഡഡ് മെസ്സേജാ. അതാരാ? എന്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുക. ഷോട്ട് എടുത്തില്ലായിരുന്നു. 2 ടയലോണ്ട് പെട്ടെന്ന് കഴിച്ചു, ഉടനെ മാറും. ആരാ എമർജൻസി വിളിച്ചത്? ഞാനാണ് എമർജൻസി വിളിച്ചത്. ഇന്നൊരു അസുഖം കുറച്ച് കൂടുതലാണ്. ഇപ്പോഴാണ് വരുന്നത്. അമ്മായിമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചു. അതെങ്ങനെ സൗഖ്യമായി? ഈശോ സൗഖ്യപ്പെട്ടു. എന്റെ കഞ്ഞി പാറ്റ കിട്ടല്ലേ? പണി കിട്ടിയല്ലോ. എന്റെ കൊപ്പയും പോയി കിട്ടി. ഇങ്ങനെ പോയാൽ താമസിയാതെ ഞാൻ വേറെ പണി നോക്കേണ്ടി വരും. പിന്നെ യേശു തന്റെ